പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണുന്നവരോടാണ്. എൻ്റെ വീഡിയോ എന്തുദ്ദേശിച്ചാണോ ആൾക്കാർ വരുന്നത്, ഞാൻ എന്ത് വീഡിയോ ആണോ ചെയ്യുന്നത്, ആ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇസ്ലാമികരമായിട്ടുള്ള വീഡിയോ. നമുക്കൊരു മരണത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യലും, അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട്, പ്രേക്ഷകർ എന്ന് പറയുന്നില്ല, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്നാലും ഞാൻ ഇത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തീർച്ചയായും ഞാൻ പറയേണ്ട കാര്യമാണ്. ഞാൻ വല്ലാത്തൊരു ദുരന്തത്തിലും സങ്കടത്തിലുമാണ് കുറച്ച് ദിവസമായിട്ട് അകപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാകും, നമ്മുടെ കണ്ണൂരിൽ നിന്നും കാണാതായ ദിയ ഫാത്തിമയെ കുറിച്ച് തന്നെയാണ്. ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ ആ പൊന്നുമോളെ കാണാതായിട്ട് ഇപ്പോൾ 10 വർഷമായി. നിങ്ങളോട് തുറന്നു പറയേണ്ട കാര്യം എനിക്കുണ്ട്. എന്നാൽ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനിടെ ഒരു വീഡിയോ കാണാനിടയായി. ആ പൊന്നുമോളെ പോലുള്ള ഒരു ഷോർട്ട് വീഡിയോ, അത് ദിയ ഫാത്തിമ ആണെന്ന് പറഞ്ഞ് ഒരു ഷോർട്ട് വീഡിയോ കണ്ട്. അപ്പോൾ അത് കണ്ട് ഞാനും ഒരു വീഡിയോ ഇട്ട്, ആ മോള് തന്നെ ആകട്ടെ എന്ന്, ആ ഉമ്മക്ക് ആ മോളെ എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ. എൻ്റെ വിഷയമല്ല, എന്നാലും ആ മോക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വന്നിരിക്കുക ഒരു ഷോർട്ട് വീഡിയോയിലൂടെ എവിടുന്നോ ഒരു വീഡിയോഗ്രാഫർ പകർത്തിയ ഒരു വീഡിയോ. നമ്മുടെ ദിയ ഫാത്തിമയെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി. ആ ഒരു വീഡിയോ ആണ് വീണ്ടും ദിയ ഫാത്തിമയെ ഓർമ്മപ്പെടുത്തിയത്. വീഡിയോ കണ്ടവരൊക്കെ പ്രായം കൊണ്ടും രൂപം കൊണ്ടും എല്ലാം കൊണ്ടും ദിയ ഫാത്തിമ തന്നെ എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ദിയ ഫാത്തിമയുടെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് പേര് എന്റെ വാട്സപ്പിൽ അയച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞ് ഒരുപാട് ചാനൽ ഇത്ര വരെ ആക്കിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഓരോ ഇൻഫർമേഷൻ ആണ് ഞാൻ കുറച്ച് പേര് ഈ വീഡിയോ കാണുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ അതുപോലെ നിങ്ങൾ നോക്കിക്കണ്ടാൽ മതി. എന്തെന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥന മാത്രമാണ്. അത് എല്ലാവരും നിർവഹിക്കണം. എന്തെന്നായാലും ദിയ ഫാത്തിമ ആണെങ്കിലും അല്ലെങ്കിലും ആ ഒരു പൊന്നുമോളെ ആ മാതാപിതാക്കളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, ആമീൻ. അങ്ങനെ ദിയ ഫാത്തിമയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം ഇട്ടത്. പിന്നെ നിരന്തരം ഒരുപാട് വീഡിയോകൾ വരാൻ തുടങ്ങി. ചെറിയ ചെയ്യുന്ന യൂട്യൂബർമാരൊക്കെ ചെറിയ ചാനൽ തുടങ്ങുന്നേ ഉള്ളൂ. 1, 2, 5, 10 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചെറിയ യൂട്യൂബർമാരാണ് അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. ദിയ ഫാത്തിമയെ കണ്ടു, ഇങ്ങനെ ഒരാൾ കണ്ടുപിടിക്കും, അങ്ങനെ ഒരുപാട് പേര് നിരന്തരം വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ അതിനെ ശബ്ദിച്ചു കൊണ്ടൊരു വീഡിയോ ഇട്ട്, മോൾക്ക് വേണ്ടി നമുക്ക് വീഡിയോയിലല്ലാതെ നേരിട്ട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ യൂട്യൂബിലല്ലല്ലോ നമ്മൾ കേസ് അന്വേഷിക്കലും അതും ഇതുമൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് നേരിട്ട് അന്വേഷിച്ചൂടെ? ഞാൻ ആ സമയത്ത് ആക്സിഡൻ്റ് ആയി കിടക്കുകയാണ്, ഇപ്പോഴും അസുഖം തന്നെയാണ്. നേരിട്ടല്ലേ അന്വേഷിക്കേണ്ടത്? നേരിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയല്ലേ. പിന്നെ ഇതിൻ്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കാനാണെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ട്. കാരണം ഒരുപാട് വീഡിയോകൾ നമ്മൾ പല ആൾക്കാരും ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടി പല ആൾക്കാരും പല വീഡിയോകളും ചെയ്യുന്നത്. ഈ ചെയ്യുന്ന യൂട്യൂബർമാരൊക്കെ ചെറിയ യൂട്യൂബർമാരുമാണ്. അപ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം എനിക്കും ഉണ്ടായി. ദിയ ഫാത്തിമയുടെ കേസ് റീഓപ്പൺ ചെയ്യുന്നുണ്ട്, ഒരാൾ റീഓപ്പൺ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോ ഇടുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ എതിരായിട്ട് എതിരെന്ന് പറഞ്ഞാൽ അത് യൂട്യൂബർക്ക് മാത്രമാണ് ഞാൻ എതിരായിട്ട് വീഡിയോ ഇട്ടത്. അങ്ങനെ ഇത് ജനങ്ങളെ കബളിപ്പിക്കാനോ ഉമ്മയെ വിഷമിപ്പിക്കാനോ ആണെങ്കിൽ ഇതിൻ്റെ പേരിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അധ്വാനമുള്ള പരസ്പരം ഇങ്ങനെ വീഡിയോ ഇട്ടത് കൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നേരിട്ട് റിയലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പുരുഷത്വത്തിന്റെ ആൺരൂപമാണെന്ന് തോന്നി.
നിയമത്തിനോട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി പറ്റണം. കൺമുന്നിൽ കാണിച്ചു തന്നിട്ടും എന്തേ നിങ്ങൾ കൈയൊഴിഞ്ഞു എന്ന്. ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. നമുക്ക് വീഡിയോയിലല്ലാതെ റിയലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. ഞാൻ ഈ ഒരു അനാസ്ഥത കാണിച്ചത് എന്ന് നമുക്കറിയാം. ഇതിനൊരു ഉത്തരം സ്വാഭാവികമായിട്ടും എല്ലാവരും പോലെ തന്നെ അവരുടെ വീഡിയോ കാണുന്ന ആളാണ് നമ്മൾ. നിരന്തരം ചെറിയ ചെറിയ യൂട്യൂബർമാർ വീഡിയോ ഇടുന്നു, അവർ വലുതാവുന്നത് കൊണ്ടുള്ള അസൂയോ കുശുമ്പോ ഒന്നല്ല, അതെല്ലാം വെറുതെ തോന്നല. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് എന്തെന്നായാലും ഈ ഒരു കാര്യവും പറഞ്ഞ് വീഡിയോയിലല്ലല്ലോ നമ്മൾ കേസ് അന്വേഷിക്കുക. വീഡിയോയിലാണോ? എനിക്കുണ്ട് സ്നേഹിതന്മാർ, പോലീസിൽ തന്നെയുള്ള സ്നേഹിതന്മാരുണ്ട്. അവരോട് ഞാനും ഡിസ്കസ് ചെയ്യാറുണ്ട് പലതും. അപ്പോൾ പോലീസ് അന്വേഷിക്കുക. അപ്പോൾ റീ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അവൻ തന്നെ പറഞ്ഞു. കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നും അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ അങ്ങനത്തെ ഇങ്ങനെയുള്ള വീഡിയോകൾ ദ്വാരം പ്രാർത്ഥനയും മാത്രം, അവനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഈ കേസ് അന്വേഷിക്കുമെന്ന് പറയുന്ന ആളോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് റിയലായിട്ട് നേരിട്ട് അന്വേഷിക്കുന്നതല്ലേ അല്ലേ, വെറുതെ യൂട്യൂബിൽ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയാതെ. അപ്പോൾ യൂട്യൂബിൽ പറഞ്ഞ് വെറുതെ വീഡിയോ ഇട്ടിട്ട് എന്താ കാര്യം? നമുക്ക് റിയലായിട്ട് ആ കുട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഞാൻ എന്തെന്നാലും ജനങ്ങളെ കബളിപ്പിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ട്. അതാ അവിടെ പ്രശ്നമായത്. തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്ത് ചെയ്യും എന്ന്. അത് വലിയ കാര്യമാകാനുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇതിന്റെ പേരിൽ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് ഈ ജനങ്ങൾക്ക് ജനുവിനായ ഒരു മറുപടി കൊടുക്കാൻ പറ്റണ്ടേ? ദിയ ഫാത്തിമയുടെ മിസ്സിംഗ് കേസ് തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ്. അന്വേഷിക്കുന്നുണ്ട്, CID അന്വേഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾ ഒരുപാട് നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പറയാൻ കാരണം ഞാനും ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് എനിക്കും. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ചിലരുടെ ജോലിയിൽ തടസ്സമാകുന്നുണ്ടെങ്കിൽ സോറി. ചിലരുടെ കമന്റിൽ എനിക്കൊന്ന് തോന്നി. ഇതിപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചത് ദിയ ഫാത്തിമയെ പോലുള്ള ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ്. ഇതിപ്പോൾ വീണ്ടും ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന്. ദിയ ഫാത്തിമയുടെ മാതാപിതാക്കളെ പോലെ തന്നെ ഒരുപാട് ഉപ്പമാരും കാത്തിരിക്കുക. അപ്പോ അവരെ കബളിപ്പിക്കുന്ന വിധത്തിലാവരുത് ഒന്നും. സ്നേഹത്തിന്റെ പേരിൽ നമുക്ക് കഥ എഴുതാം, പക്ഷേ അവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുതൊന്നും. അപ്പോൾ സോറി. വീഡിയോ ഇടുന്നവർക്ക് അത് ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോകാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ 2 പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ പേരിലും പറഞ്ഞ പ്രശ്നമാണ്. എൻ്റെ പേര് പറഞ്ഞാൽ പ്രശ്നമില്ല. എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും കാണിച്ചിട്ട് ഇവനാണ് ക്രിമിനൽ, ഇവനാണ് 10 വർഷം മുന്നേ കാണാതായ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും ജനുവനായിട്ട് അതിനെ പ്രതികരിക്കുകയും ചെയ്യുക, കേസും കൊടുക്കുക. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്തു. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ പേര്, ഈ ഒരു പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ പേടിയായിപ്പോയി, ഇതിൽ പെട്ടുപോയി, എന്താ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 2 വന്നിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. എൻ്റെ ഫോൺ നമ്പർ തരുമെന്ന് പറഞ്ഞു ഈ വീഡിയോ കണ്ടതോടുകൂടി. അപ്പോൾ ഇവരോട് ഗ്രൂപ്പിൽ ചേരാനോ എന്തെന്ന് അറിയില്ല. അതിലൊരാളെ ഇത് കണ്ടൊരു എനിക്ക് അങ്ങനെ അവരോട് വലിയ കോണ്ടാക്ട് എനിക്ക് തോന്നിയില്ല. ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും ഇക്ക എന്ന് പറഞ്ഞിട്ട് ഇത് വന്നു. 2 ദിവസം ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടില്ല. 3ാമത്തെ ദിവസം ഞാൻ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയായിരുന്നു. അങ്ങനെ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു വാട്സപ്പ് നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ വാട്സപ്പ് നമ്പർ തന്നു. ഞാനങ്ങോട്ട് വാട്സപ്പ് നമ്പർ കൊടുത്ത് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് വാട്സപ്പ് നമ്പറിൽ സലാം ചൊല്ലി. പിന്നെ നമ്മളങ്ങോട്ട് നല്ല സ്നേഹപരമായ വാക്കുകളായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ദിയ ഫാത്തിമയുടെ കേസിന് റീഓപ്പൺ ചെയ്തു തന്നു. അദ്ദേഹം കുറച്ച് പേര് ഇതിൻ്റെ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് അദ്ദേഹത്തിനോട് നമ്മൾ ഞാൻ സംസാരിച്ചത് മുഴുവനും സ്നേഹ സംഭാഷണമായിരുന്നു. നല്ല നല്ല വാക്കുകളായിരുന്നു അദ്ദേഹവുമായിട്ട് പങ്കുവെച്ചത്. ഇതിനെക്കുറിച്ചും എന്തെന്നാൽ ആ കുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല നല്ല വാക്കുകളായിരുന്നു. പിന്നെ ഒരു ദിവസമായിരുന്നു പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരാൻ കാരണം, എന്നെ
എന്നെ റിയാക്ട് ചെയ്തുകൊണ്ട് എന്നെയും ഈ ഒരു സ്നേഹിതനെയും തെറ്റിക്കുന്ന രീതിയിൽ, ഞാൻ ആരെയും റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടില്ല, തെറ്റിക്കുന്ന രീതിയിൽ ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടി എന്നെയും ജുനൈദിനും തെറ്റിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തു. ഞാൻ ജുനൈദിനെ ചൊറിയുകയാണ്, അങ്ങനെ വേണ്ട ഒരുപാട്. അന്ന് രാത്രി വരെ ഞാനും ജുനൈദും സംസാരിച്ചതാണ് പലതും. ഇതിനെപ്പറ്റിയും പല കാര്യങ്ങളും, പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇക്കാനെ വിശ്വസിച്ചാണ് ഞാനിങ്ങനെ പറയുന്നത്. അത് ഞാൻ ആരോട് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംശയം, മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന സംശയം എല്ലാവർക്കും ഉണ്ടാവും. ഒന്നാമത് ഇങ്ങനെ ഒരു സംഭവമാകുമ്പോൾ എന്താ പറയുക, അരിയാഹാരം കഴിക്കുന്ന ആർക്കും എല്ലാവർക്കും അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവും. ആ സംശയങ്ങളൊക്കെ ഞാൻ നേരിട്ട് തന്നെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കലാണ്. ഇതിപ്പോ എന്നെ എതിർത്തിട്ട് എന്നെയും അദ്ദേഹത്തെയും തെറ്റിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടു. റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ റിയാക്ട് ചെയ്യാനേ സമയമുണ്ട്. എനിക്ക് ഇഷ്ടംപോലെ വീഡിയോ ചെയ്യാനുണ്ട്, കണ്ടമാനം ഇഷ്ടംപോലെ വീഡിയോ. ഒരു എന്റർടൈൻമെന്റിന് തുടങ്ങിയ ചാനലല്ല ഇത്. അപ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ചോദിക്കാൻ വേണ്ടി ആരും ഉണ്ടായിട്ടില്ല. എനിക്ക് വേണ്ടി ചോദിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഇയാളെ തെറ്റിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. ഞാനാണ് ഫാത്തിമയുടെ കേസ് എതിര് നിൽക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടു നോക്ക്. ദിയ ഫാത്തിമക്ക് എല്ലാ വീഡിയോയും കണ്ട്, ആഷിം റുബീന ദിയ ഫാത്തിമ എന്ന് അടിച്ച എല്ലാം ദിയ ഫാത്തിമക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഈ ദിയ ഫാത്തിമയുടെ കേസ് അന്വേഷിക്കുന്ന ആൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുമാണ്. അപ്പൊ ഇയാള് ഒരു എതിർപ്പ് വരെ ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വെറുപ്പില്ല, അങ്ങനെയോ യാതൊന്നും ഇയാളുടെ വാക്കിൽ നിന്ന് വന്നിട്ടില്ല. വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. എൻ്റെ ഫോട്ടോ കാണിച്ചും ഇവനാണ് കള്ളനെന്നും ഇവനാണ് ഇതിന് കൂട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ചെയ്ത്. അതിനും എതിർപ്പില്ല. അതും എന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനും ഒരാളും ഉണ്ടായിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ലോകം വേറെയാണ്. എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും എൻ്റെ വിഷയങ്ങളും എല്ലാം ഇവരൊക്കെയാണ്. എൻ്റെ സന്തോഷവും എൻ്റെ ആഹ്ലാദവും ഞാൻ പങ്കിടുന്നത് ഇവിടെ വെച്ചാണ്. ഒരു ദിയ ഫാത്തിമയുടെ വീഡിയോ കണ്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ഈ ഒരു വലയിൽ ഞാൻ പെട്ടുപോയതാണ്. അതിനുവേണ്ടി എന്നൊരു SYS കാരൻ തന്നെ എന്നോട് വിളിച്ചു വന്നു, ഇക്കാ നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, ഇത് പ്രശ്നം വേറെ എന്തെങ്കിലും ആകും, അവസാനം ഇവർ തന്നെ അത് തെളിയിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇക്ക ഇതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞാലും എനിക്ക് ബാധിക്കുന്നതായോണ്ട് നമ്മുടെ സംഘടനയെ വരെ അവർ പറഞ്ഞു. നമ്മുടെ സംഘടനയെ ഞാൻ പറഞ്ഞത്, നമ്മുടെ സംഘടന എന്ന് പറയുന്നത് അത്രയ്ക്ക് സത്യസന്ധമാണ്, അറിയുന്നവർക്കറിയാം. അതുകൊണ്ട് വീട് വരെ നോക്കാതെ വീട്ടുകാരെ കൂടെ കാര്യങ്ങൾക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് SSFും SYSും. അങ്ങനെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സംഘടനയെക്കുറിച്ച് പറഞ്ഞത്. ഇതിപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റും, എന്നാണ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇപ്പം ഞാൻ ഇവർക്കെതിരെ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജുനൈദുമായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ എന്നെ ഇന്നലെ വരെ വീഡിയോ ചെയ്തപ്പോൾ അപേക്ഷയായിട്ട് അദ്ദേഹത്തിന് ഒരു വോയിസ് കിട്ടും. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യന് എന്താ ചെയ്യാൻ പറ്റുക? അവരുടെ വാട്സപ്പിലുണ്ടാവും. ഞാൻ ആ വോയിസ് ഞാൻ കേൾപ്പിക്കും. ഒരുപാട് വോയിസ് ഉണ്ട്, പക്ഷെ ഞാൻ അത് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അത് കേൾപ്പിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ജുനൈദ്, അസ്സലാമു അലൈക്കും. ഞാൻ അള്ളാണ് സത്യമായിട്ട് പറയാൻ, മരിച്ച ഉപ്പാണ് സത്യമായിട്ട് പറയാ, വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിച്ചാൽ മതി. ഞാൻ നിന്നെ ഫസ്റ്റ്, സാധാരണ പൊതുവെ ഒരാൾ സംശയിക്കുന്ന പോലെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയം ഞാൻ നിന്നോട് ചോദിച്ചതാ. പിന്നെ എനിക്ക് ദേഷ്യം പിടിക്കാൻ കാരണം ആ പെണ്ണ് നമ്മൾ രണ്ടാളെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയൊരു എന്തോ ഒരു വിഷമം പോലായിട്ട് പറഞ്ഞതാ. എന്താണ് ആ സ്നേഹത്തിന്, വിശ്വാസത്തിനോ സത്യസന്ധത ഉള്ളതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം പിടിച്ചത്. എന്റെ ഉപ്പാനെ സത്യമായിട്ട് ഞാൻ പറയാം, നീ വിചാരിക്കുന്ന പോലെയുള്ള ഒരാളെന്നല്ല ഞാന്. എന്നെ വിട്ടേക്ക്, നിങ്ങൾ ഈ പരിപാടിനെ വിട്ടേക്ക്. നിങ്ങൾ തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിട്ടൊന്നല്ല ദിയ ഫാത്തിമ എന്നെ വന്നത്, മറ്റേ ചങ്ങായിന്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് വന്നേ. പടച്ചോനോർത്ത് എന്നെ അങ്ങ് വിട്ടേക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, മാപ്പാക്കണം.
ഇത് എനിക്ക് ഇത്രയൊക്കെ ഇനി ചെയ്യാൻ പറ്റൂ എന്നാൽ ഇവർ തന്നെയാണ് എന്നെ വാട്സപ്പിൽ കൊണ്ടുവന്നതും. ഇഷ്ടംപോലെ ഉണ്ട് വോയിസ് മെസ്സേജ്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കേൾപ്പിക്കാൻ നോക്കിയാൽ ഇതിലൊന്നും ഒന്നുമില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ച നല്ല നല്ല വാക്കുകളാണ്. പിന്നെ എന്തിനാണ് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചെയ്തേ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ചെയ്തതൊക്കെ ചെറിയ ചെറിയ യൂട്യൂബർമാരുമാണ്. അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും നമുക്ക് എൻ്റെ കാര്യം എൻ്റെ പ്രേക്ഷകരോട് ഇപ്പോൾ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോ കാണുന്നവരോട് എൻ്റെ സത്യാവസ്ഥ അറിയിക്കേണ്ട കടമ എനിക്കുണ്ട്. അല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ്. എന്നാൽ എൻ്റെ വിഷയം ഇതല്ല. ഞാൻ പറഞ്ഞില്ലേ, ആ വോയിസിലൊന്നും നമ്മൾ തെറിവിളികളോ മറ്റൊന്നുമല്ല. ഇതിനെപ്പറ്റി കുറച്ച് സംസാരിച്ചതും പിന്നെ നല്ല നല്ല വാക്കുകളും ഒക്കെയാണ്. പിന്നെ എങ്ങനെയാണ് ദേഷ്യമുണ്ടായത് എന്ന് എനിക്കറിയില്ല. ഞാൻ എതിർത്തത് യൂട്യൂബിലൂടെ ഒരു കേസും നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ നിരന്തരം വീഡിയോ ഇടുന്നതിന് പകരം നേരിട്ട് അന്വേഷിച്ച് അവസാന ഭാഗം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചൂടെ എന്ന് പറഞ്ഞത് അത്രയ്ക്ക് വലിയ ഒരു പ്രശ്നമായി മാറി. എല്ലാവരും കൂടി എതിർത്ത് എന്നാൽ പുതുതായി വരുന്ന യൂട്യൂബർമാരൊക്കെ എതിർത്ത് എന്നെ ഒരു മോശക്കാരനാക്കി. എന്നെ അറിയുന്നവർക്കറിയാം ഈ ഒരു ചെറിയ കുടിലിൽ ഇങ്ങനെ കഴിയാം. ഇത് വെറും ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു കർട്ടനാണ്. അതങ്ങ് മാറ്റിയാൽ ഒക്കെ തീർന്നു. അപ്പോൾ എന്നാലും സത്യാവസ്ഥ തെളിയും. വീണ്ടും ഞാൻ പറയാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സാധാരണ നിൽക്കാറില്ല. അതിന് സമ്മതിക്കുകയില്ല. പിന്നെ ഒന്ന് ഞാൻ പറയാൻ പറഞ്ഞു, അവരുടെ ഉപ്പയെ ഞാൻ വിളിച്ചിരുന്നു. ഇങ്ങനെ അവരെ അപകടത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതുള്ളതാ. ഞാൻ ചോദിച്ചു, നിങ്ങൾ കഴിക്കുന്ന, അതുവരെ ഞാൻ അവരെ വിളിച്ചിട്ടില്ല. ഒരു കാര്യം പോലും അന്വേഷിച്ചില്ല. അറിയുന്ന കാര്യങ്ങളാണല്ലോ. നമ്മളെ ദിയ ഫാത്തിമയെ കുറിച്ച് ഒരുപാട് അറിയുന്നതല്ലേ നമുക്കൊക്കെ. അതുകൊണ്ട് വലുതായിട്ടൊന്നും ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ വിളിച്ച്, എന്താ പറ്റിയേ, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അല്ല ഞാൻ വീട്ടിലാണ്, ഇഞ്ചക്ഷൻ അടിക്കാൻ അവർ പറഞ്ഞ വാക്കുകൾ, ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പം എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു, എന്നെ അറിയുമെന്ന് ചോദിച്ച്. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആഷിൻ റുബീന എന്ന് പറഞ്ഞ ഒരാളാണ്, ഇങ്ങനെ വീഡിയോ കാണാറുണ്ട്, മനസ്സിലാകാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വീഡിയോ തന്നെ ഇട്ടുകൊടുത്ത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവരുടെ വായിൽ നിന്നും എന്നെ കൊണ്ട് എതിരായി പറയിപ്പിച്ചെന്ന് പറഞ്ഞാൽ, എന്തിനാണ് അവർ എന്നെ ആരെങ്കിലും അന്വേഷിക്കുന്നവരെ ഇവർ എതിര് നിൽക്കുന്നത്? ഞാൻ എതിര് നിൽക്കുന്നില്ല. ഞാൻ എതിര് നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കണം. ഒരിക്കലും എതിരെ നിൽക്കില്ല. ഞാനിപ്പോൾ എൻ്റെ സ്നേഹിതനായ പോലീസ് സുഹൃത്തിനോട് തന്നെ പറഞ്ഞു. അവരും പറയുന്നുണ്ടായിരുന്നു, നല്ല കാര്യമല്ലേ, നമുക്കതിന് കൂട്ടുവെക്കാം. എനിക്ക് പറ്റുന്ന സഹായമാണെങ്കിൽ ഞാനും ചെയ്തത്. ഞാൻ ഒരു ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പം നല്ല കാര്യമല്ലേ, അതിന് ഞാൻ എത്ര വേണമെങ്കിലും നിങ്ങൾ കൂടെ നിൽക്കാം, ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ. ഇതിനെപ്പറ്റി അന്വേഷിക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വേറെ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരുമായിട്ട് വേണം ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു സുഹൃത്ത്, എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, ഈ ഒരു കേസ് വിട്ടേ, നിന്റെ കേസ്, എനിക്ക് ഇഷ്ടംപോലെ വീഡിയോ ചെയ്യാനുണ്ട്, നിന്റെ കേസുമായിട്ട് ഇത് വിട്ടേ, അത് അവർ തന്നെ തീർക്കട്ടെ എന്ന്. എന്നാലും ഞാൻ ഇത്ര പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്നെ ഇനിയും നിങ്ങൾ തെറ്റുകാരനായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? പടച്ചവന്റെ വിധി എന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. എന്നാലും പടച്ചവൻ എല്ലാം തെളിയിക്കും, നമ്മൾ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ അതിൽ ടൈപ്പ് ചെയ്ത് അയച്ചത്, നിങ്ങൾക്ക് ഇതിന് പറ്റും, ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ പറ്റുമെന്നാണ് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഇയാളോട് പറയുകയുണ്ടായത്. അപ്പോൾ നല്ല കാര്യങ്ങളൊന്നും പറയാതെ ഞാൻ പറയാത്ത മോശം കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് വീഡിയോ ഇടുക എന്തിനായിരുന്നു? ഇതിപ്പോൾ ഞാൻ മാപ്പ് ചോദിക്കുന്നത് ഒരു സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് അതിനു വേണ്ടി ഇപ്പോൾ ഞാൻ മാപ്പ് ചോദിക്കുന്നു. സത്യത്തിന് വേണ്ടിയുള്ള ഒരു മാപ്പ് ചോദ്യമാണിത്. എന്നാലും ഈ ഒരു മാപ്പ് നിങ്ങൾ സ്വീകരിക്കണം. ഞാനിനി ഇതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നില്ല. ഏതായാലും ദിയ ഫാത്തിമയെ കിട്ടട്ടെ.
കിട്ടിയിട്ട് നമുക്ക് അതിൻ്റെ ശരിയായ ഒരു നല്ലൊരു വീഡിയോ നമുക്ക് കാണാൻ പറ്റട്ടെ. അന്നേരം നമുക്ക് വീഡിയോ ഇടാം. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനോട് നേരിടാം എന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിനി ഇത് ഒരു ലൈവായിട്ടോ ഒന്നായിട്ടോ ഞാൻ വരുന്നില്ല. അപ്പോൾ അവനോട് സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടായ ഒരു ദേഷ്യമാണ് ഞാൻ ലൈവിൽ വന്നിട്ട് പറഞ്ഞതും. എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞവരെ ഒരു കാര്യം പോലും അവൻ ചോദിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തോടെ ഞാൻ ചെയ്ത ലൈവാണ്. അല്ലെങ്കിൽ ഇത്ര നല്ലോണം സ്നേഹിച്ച് നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് തന്നെ ഒരാൾ ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ചെയ്ത കുറച്ച് വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഫോട്ടോ വെച്ച് എന്നെ വിമർശിച്ചവർക്ക് കേസ് ഉണ്ടാവില്ല. ഒരു സ്റ്റാറ്റസിലൂടെ ആരെയോ പെരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞ് ഒരു സ്റ്റാറ്റസ് അല്ലെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട് കിട്ടും എനിക്ക് കേസ് ആവും. എത്രയെന്ന് 121. അപ്പോൾ എന്നെ മനസ്സിലാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നെ മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.